കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസൻ, ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മനീഷ്, അതുപോലെ പാസ്റ്റർ ബെന്നി, പാസ്റ്റർ സിൽജി, അതുപോലെ ക്രിസ്തുവിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന പാസ്റ്റർ അലക്സ്, ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകനും എന്നെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ശുശ്രൂഷയ്ക്ക് വളരെ കൈത്താങ്ങൾ നൽകുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ബഹുമാനപ്പെട്ട രാജുപോക്കാല പാസ്റ്റർ അവർ, അതുപോലെ തന്നെ പ്രിയ ആൻറ്റി, ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ വളരെ വാത്സല്യമുള്ള ഇവിടെയുള്ള ദൈവമക്കൾ, സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, യൗവനക്കാരായി പ്രിയപ്പെട്ടവർ, കുഞ്ഞുങ്ങൾ, കർത്താവിൻ്റെ ദാസന്മാർ, എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ പകൽ അറിയിക്കുന്നു. ഇവിടെ നടക്കുന്ന ഈ പ്രാർത്ഥനയെ നിങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കാൻ കർത്താവ് എനിക്ക് നൽകിയ അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. തികച്ചും ഒരു അപ്രതീക്ഷിതമായ സാഹചര്യത്തിലാണ് ഞാൻ തിരുവല്ലയിലേക്ക് കടന്നു വരുവാൻ ഒരു നിയോഗവും അപ്പോൾ തന്നെ ഒരു വിളിയുമുണ്ടായി. IPC തിരുവല്ല ടൗൺ സഭയുടെ ശുശ്രൂഷകനായിട്ട് കടന്നു വരുവാനിടയായത്. വളരെ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ശുശ്രൂഷ പരിചയങ്ങളൊക്കെ കൊട്ടാരക്കര, ഇങ്ങനെ ചെങ്ങന്നൂർ വരെയുള്ള ഒരു സർക്കിളിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് നടത്തിയ എല്ലാ വഴികളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തിരുവല്ല ടൗൺ സഭയായിരിക്കുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അവിടെയുള്ള ദൈവമക്കളുടെ എല്ലാം സ്നേഹം ഈ സമയത്ത് സഭയെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 21 ദിവസം തുറമാനം പ്രാർത്ഥന സഭയിൽ കഴിഞ്ഞ ഞായറാഴ്ച വരെ നടക്കുവാൻ ഇടയായി. അതും വളരെ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. കർത്താവ് നൽകുന്ന എല്ലാ നല്ല സാവകാശങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് പകൽ നമ്മെ സമൃദ്ധിയായും ധാരാളമായും അനുഗ്രഹിക്കട്ടെ. മറ്റ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുന്ന പ്രീറ്റിബിൻ, മറ്റെല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേലയോടുള്ള ബന്ധത്തിലായിരുന്ന കർത്തദാസൻ തൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെ കേൾപ്പാനിടയായല്ലോ. എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായും ധാരാളമായും അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ അവനെന്നുമെന്നും മതിയായവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല, എൻ്റെ യേശു എത്ര നല്ലവൻ, ഒരു നാളും മറക്കുകയില്ല, എൻ്റെ യേശു എത്ര നല്ലവൻ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. അവിടുന്ന് സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശബ്ദം കേൾപ്പിക്കണമേ, വലിയ അനുഗ്രഹം പകരണമേ. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ആരംഭത്തിലെ ചില ദൂതുകൾ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നൽകിയത് ഓർപ്പിക്കുന്നു. പലപ്പോഴൊക്കെ ഈ പ്രസംഗിച്ചിട്ട് ഒടുവിൽ പറയാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒടുവിൽ പറയാൻ പറ്റാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ അലർട്ടായിട്ടിരിക്കുന്നതുകൊണ്ട്, വളരെ ശ്രദ്ധയോടിരിക്കുന്ന സമയത്ത് അത് ഓർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൂതിലേക്ക് കടക്കുവാൻ, വചനത്തിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ഈ ബുക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾ എഴുതി വെച്ച് പാസ്റ്റർ പറയുവാണോ എന്ന് ചിന്തിക്കരുത്. എൻ്റെ പ്രാർത്ഥനാ സമയത്ത് എൻ്റെ അധരത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്നതാണ് ഞാൻ പേനയും കൊണ്ട് എഴുതി വെക്കുന്നത്. ഇന്നലകളിൽ പ്രസംഗിച്ച ഒരു കാര്യങ്ങളും പറയാറില്ല, വാക്കുകൾ ഉപയോഗിക്കാറില്ല. പരിശുദ്ധാത്മാവ് നൽകിയ ആലോചനകൾ മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞകാല പരാജയങ്ങളിൽ, സുഖകരമല്ലാത്ത ഓർമ്മകളിൽ ദൈവത്തിന് സ്തോത്രം ക്ഷീണിച്ചിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവസ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ചില വെളിപ്പെടലുകൾ ഈ ദിവസങ്ങളിലുണ്ടാകും.
ഉടവര ഹംദൽ ഖരാജന അറിയാം ധന വൈദൽ ഖരാജന അറിയാത്തന യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഊരബ ശംദൽ ഖരാജന അറിയാം ധന വൈദൽ ഖരാജന. ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കട്ടെ. ഇന്നലകളിലെ ചില ഓർമ്മകൾ അത് അത്ര നല്ല ഓർമ്മകളല്ല. ചില പരാജയങ്ങളുടെയും സുഖകരമല്ലാത്ത ചില ഓർമ്മകൾ തങ്ങി നിൽക്കുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ചില ദൈവീക സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ചില അനുഭവങ്ങളെ സഭയ്ക്ക്, കുടുംബങ്ങളിൽ, വ്യക്തികളിൽ നൽകുന്നത് സന്തോഷത്തോടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഉടബര ഹന്തൽ ഖരാജന അറിയാം ധന വൈദൽ ഖരാജന അറിയാധന വൈഡൽ ഖരഗജന ഘടകസിയ. പരിശുദ്ധാത്മാവ് നൽകുന്ന മറ്റ് ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നത് സമാധാന കാലത്തിൻ്റെ ചില നന്മയുടെ വെളിപ്പെടലുകൾ അജാന റഗൽഖരഗസിയാര ദൈവജനത്തിൻ്റെ നടുവിൽ വരും ദിവസങ്ങളിൽ സംഭവിക്കുമ്പോൾ ചില ധാർമ്മിക അപജയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇന്ന് പകൽക്കാലമെന്നല്ല, ഈ ദിവസങ്ങളിൽ, ഈ വർഷം മുഴുവനും ദൈവജനം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമെത്രയെന്ന് പരിശുദ്ധാത്മാവ് രാത്രിയിൽ ഇടപെട്ടത് ദൈവമക്കളോട് ഓർപ്പിക്കുന്നു. ഉടബര ഹംദൽ ഖരാജന റഗൽഖരഗജന ഘടകമ്പം പ്രൗഢിമിനി ഘടകസിയ. ഇന്നലകളിൽ നടന്ന ചില ദൈവപ്രവൃത്തികളിൽ ഇന്ന് ഹല്ലേലൂയ മുന്നോട്ട് പോകുന്നതിന് അത് കാരണമാകുന്നില്ല. അതുകൊണ്ട് എന്താണ് ദൈവമേ, എന്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് ചിന്തിച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇന്ന് പകൽകാലത്തെ ശുശ്രൂഷ ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന്, ഉടബല ഹംദൽ ഖരഗസി ഒരു മുന്നേറ്റത്തിൻ്റെ തിരികൊളുത്തുന്ന ദിവസമാണെന്ന് പരിശുദ്ധാത്മാവി പകൽകാലം ഓർമ്മിപ്പിക്കുകയാണ്. ഉടബല ഹംദൽ ഖരാജന റഗൽ ഖരഗജന ഘടകമ്പം പ്രൗഢിമിനി ഘടകജന അറിയാം ധന വൈഡൽ ഖരഗജനഗസി. മറ്റൊരു കാര്യം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചത് ഉടബല ഹംദൽ ഖരാജന അറിയാം ധന. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്ന ചില വൻകാര്യങ്ങളുടെ മുമ്പിൽ ശ്രദ്ധാപൂർവമായ ചില മുൻകരുതലുകൾ അടകജര റഗൽ ഖരഗസി എടുക്കപ്പെടേണ്ടത് ആവശ്യമെന്ന് ദൈവസഭയോട് ശക്തമായി ചില ദൂതുകൾ പറയുന്നു. അതിനോട് ചേർന്ന് പരിശുദ്ധാത്മാവ് നൽകിയൊരു കാര്യമാണ് കമ്മിങ് ഇയർ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ചില കെട്ടുപണികളുടെ വർഷമായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവനോട് സംസാരിച്ചത്. ഈ ദൂത് ഞാൻ സഭയിൽ കർത്തൃദാസന്മാരോട് കൈമാറുകയാണ്. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്താണ്. ഉടാബര ഹംദര റീദൽ ഖരാജന റിയാധന റൗഡൽ ഖരാജനാദര. ഓരോ ശുശ്രൂഷകളും നമ്മുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഓരോ ശബ്ദം ഒരു തിരുവായി മാറണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരേ വിഷയം തന്നെ, ഒരേ പുസ്തകം തന്നെയാണ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം ലഭിച്ച ന്യായാധിപന്മാരുടെ പുസ്തകമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം ഇത്രയും വഴിത്തിരിവുകളുള്ള, ഇത്രയും ടേണിംഗ് പോയിന്റ് ഉള്ള സ്തോത്രം ഒരു പുസ്തകം ഹല്ലേലൂയ കാണുവാൻ നമുക്ക് വേറെ ഉണ്ടോ? അതെല്ലാം നമ്മുടെ ഇന്നത്തെ കാലഘട്ടമായിട്ട് സഭയുടെ ആത്മീക ഭൗതിക എല്ലാ അന്തരീക്ഷവുമായിട്ട് യോജിച്ച ഒരു പ്രത്യേക പശ്ചാത്തല സാഹചര്യമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിലെ ഓരോ ന്യായാധിപന്മാരുടെ കാലത്തും ഓരോ ടേണിംഗ് പോയിന്റുകളായിരുന്നു ഉണ്ടായത്. ദൈവത്തിന് സ്തോത്രം. നമ്മളും ഇന്ന് ഈ 2025 അവസാനിക്കാൻ പോകുന്ന ഈ സമയത്ത് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് വന്നു നിൽക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവവചന ധ്യാനത്തിൻ്റെയും പഠനത്തിൻ്റെയും ഹല്ലേലൂയ ശുശ്രൂഷയുടെയും അനുഭവത്തിൽ കൂടെ ഞാൻ അത് ഓർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ അത് ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. ഈ ന്യായാധിപന്മാരുടെ കാലയളവിൽ ഹല്ലേലൂയ അവർ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ വാക്കെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ they are facing the fundamental freedom and also they are facing the fundamental right and they are facing the fundamental need. ഈ 3 കാര്യങ്ങളോടുള്ള ബന്ധത്തിലായിരുന്നു ശത്രുവിൻ്റെ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ വിവിധ നിലയിലുള്ള വിഷയങ്ങൾ ഉണ്ടായത്. ഒന്ന്, അവരുടെ ഫണ്ടമെന്റൽ ഫ്രീഡം, അടിസ്ഥാനപരമായി ഒരു മനുഷ്യനുണ്ടാകേണ്ട സ്വാതന്ത്ര്യം. ദൈവത്തിന് സ്തോത്രം. അടിസ്ഥാനപരമായി മനുഷ്യനുണ്ടാകേണ്ട സ്വാതന്ത്ര്യം നമുക്കറിയാം. ഞാനിത് ആരംഭത്തിൽ 1-2 കാര്യങ്ങൾ ഹല്ലേലൂയ തുറന്ന് ശുശ്രൂഷിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ഹല്ലേലൂയ സ്തോത്രം മുഖവരിയായിട്ട് ഞാനത് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസൺ ചർച്ചിലും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റൂസ്വെൽറ്റും ഹല്ലേലൂയ ഒരിക്കൽ അറ്റ്ലാന്റിക് ഓഷനിൽ അവർ ഒരു കപ്പലിനകത്തിരുന്നു കൊണ്ട് അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് പറഞ്ഞ ഒരു രേഖ അവരുണ്ടാക്കിയപ്പോൾ, പ്രസിദ്ധമായ ഒരു ഉടമ്പടി ഉണ്ടാക്കിയപ്പോൾ ഹല്ലേലൂയ 4 കാര്യങ്ങൾക്കാണ് മനുഷ്യന് സ്വാതന്ത്ര്യം വേണ്ടതെന്ന് പറഞ്ഞു. ഫ്രീഡം ഫ്രം പോവർട്ടി, ഫ്രീഡം ഫ്രം ഫിയർ, ഫ്രീഡം ഫോർ വർഷിപ്പ്, ദെൻ ഫ്രീഡം ഓഫ് സ്പീച്ച്.
ഈ കാര്യങ്ങൾ അവര് പറഞ്ഞിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും അടിസ്ഥാനപരമായ ചില സ്വാതന്ത്ര്യങ്ങൾ ആവശ്യമാണ്. നമ്മുടെ എപ്പോഴും ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ദൈവദാസന്മാർ പറയാറുള്ളൊരു കാര്യമാണ് ആരാധനയുടെ ഒരു സ്വാതന്ത്ര്യം. സ്തോത്രം. ചേർന്ന് പാട്ട് പാടുന്നതല്ല, അഭിഷക്തന്മാർ പാട്ട് ലീഡ് ചെയ്യുമ്പോൾ, അഭിഷക്തന്മാർ ആത്മനിറവിൽ ആരാധിക്കുമ്പോൾ, ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ആത്മസ്വാതന്ത്ര്യത്തിൽ വ്യക്തി ജീവിതത്തിൽ ആ കൂട്ടായ്മയോട് ചേർന്ന് സന്തോഷിക്കുവാൻ കഴിയുന്ന ആ ഒരു ദൂത് സംസാരിക്കുമ്പോൾ ആ ദൂത് ഒരു ആത്മനിറവിൽ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം ദൈവജനത്തിൻ്റെ ഇടയിൽ ഉണ്ടാകണം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങൾ, ദൈവത്തിന് സ്തോത്രം, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എപ്പോഴും ശത്രു അതിനോടാണ് പോരാടുന്നത്. എത്ര വലിയ കാര്യമാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ മനുഷ്യർ ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ശത്രുവിൻ്റെ വലിയൊരു തന്ത്രമാണ്. മനുഷ്യന്റെ അടിസ്ഥാന സ്വാതന്ത്ര്യം, അവൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ, അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടണം എന്നാണ് പിശാച് ചിന്തിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ, അവർ സേവിയർ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷകൻ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളെ, നമ്മുടെ അടിസ്ഥാന സ്വാതന്ത്ര്യത്തെ, നമ്മുടെ അടിസ്ഥാന അവകാശങ്ങളെ നേടിത്തരുന്നവനാണ്. ഇന്ന് പകൽകാലവും സന്തോഷത്തോടെ കരമുയർത്തി സ്തോത്രം ചെയ്യുന്നതിൻ്റെ കാരണം എൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ, എൻ്റെ അടിസ്ഥാന അവകാശങ്ങളെ, എൻ്റെ അടിസ്ഥാന സ്വാതന്ത്ര്യത്തെ ഇന്നും പരിപാലിക്കുന്ന, ഇന്നും എൻ്റെ ഓഹരിയെ പരിപാലിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർക്ക് ധൈര്യമുണ്ട്, എത്ര പേർ പ്രിയപ്പെട്ടവർക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, എൻ്റെ ഇന്നും എന്നെ ഹല്ലേലൂയ എനിക്ക് സ്വാതന്ത്ര്യം നൽകിയ രക്തം ചെവിടുകയാണ്. പാടുവാൻ കഴിയാതെ, പ്രാർത്ഥിപ്പാൻ കഴിയാതെ, ആത്മനിറവിൽ ശുശ്രൂഷിക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ എന്റെ അടിസ്ഥാന സ്വാതന്ത്ര്യത്തിനെതിരായി പോരാടുന്ന പൈശാചിക ശക്തികളുടെ മേൽ കാൽവറിയിൽ ജയം നൽകിയ ഒരു രക്ഷകനുണ്ട്. ഇന്ന് പകലും ആ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷമാണ് ദൈവജനത്തിന് നടുവിൽ നടക്കുന്നത്. ഈ പകൽകാലം ആ സ്വാതന്ത്ര്യത്തെ ഒന്ന് ഘോഷിക്കാം. നമ്മുടെ സഭായോഗങ്ങളിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, കർത്താവിന്റെ കാൽവറി മരണത്തെ ധ്യാനിക്കുന്നു. അതിന്റെ കാരണം ഞാൻ ഇവിടെ വരാൻ കഴിഞ്ഞത് എൻ്റെ കർത്താവിന്റെ കാൽവറി മരണമാണ്. ഞാൻ ഈ വിശുദ്ധന്മാരുടെ പന്തിയിൽ വരാൻ കാരണം, എൻ്റെ ജീവിതത്തിലെ രൂപാന്തരത്തിന്റെ സമസ്ത മേഖലയുടെയും മാറ്റത്തിന്റെ കാരണം എൻ്റെ യേശുവിന്റെ കാൽവറി മരണമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ മുന്നേറ്റത്തിന് കാരണം അടുത്തൊരാഴ്ച, അടുത്ത ദിവസം, അടുത്ത വർഷം എന്നെ മുന്നോട്ട് നയിക്കുന്ന പ്രേരക ശക്തി എന്ന് പറയുന്നത് യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. ഇന്ന് പകൽകാലവും ഇവിടെ കൂടി വന്ന ദൈവജനത്തിന് നടുവിൽ വ്യാപരിക്കുന്ന ഹല്ലേലൂയ പുനരുത്ഥാനത്തിന്റെ ശക്തിക്കായി കല്ലറകളെ ഭേദിക്കുന്ന, മരണത്തെ ഭേദിക്കുന്ന, രോഗബന്ധനങ്ങളെ ഭേദിക്കുന്ന, ചങ്ങലകളെ ഭേദിക്കുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തിക്കായി ഈ രാവിലെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നു. സന്തോഷത്തോടെ ഈ രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. പുനരുത്ഥാനത്തിന്റെ ശക്തി യേശുവിന്റെ രക്തം ചെവിടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ ദൈവസന്നിധിയിൽ ഇന്ന് പകൽകാലമായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ പോകുകയാണ്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, വിവിധ നിലകളിലാണ് ശത്രു പോരാടുന്നത്. ഞാൻ ചിന്തിക്കാത്ത വിഷയങ്ങളാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലായി. 1-ാം അധ്യായത്തിൽ തന്നെ, 1-ാം അധ്യായത്തില് ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണെന്ന് തോന്നുന്നു. 1-ാം അധ്യായത്തിലെ പോരാട്ടം കനാന്യരോടാണ്. ആരാണ് യുദ്ധത്തിന് പോയത്? യഹൂദയാണ് പോയത്. യഹൂദ ഗോത്രത്തിനാണ് പോയത്. വ്യക്തികളെയല്ല, ഒരു ഗോത്രത്തെയാണ് സെലക്ട് ചെയ്തത്, യഹൂദ ഗോത്രം. എനിവേ, അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയമല്ല, നമ്മളതൊക്കെ കേട്ടിട്ടുള്ളതാ. സ്തോത്രം, ഹല്ലേലൂയ. കനാന്യരോട് യുദ്ധത്തിന് പോകേണ്ടത് ആരാണെന്ന് 2 രീതിയിലാണ് പോരാട്ടം. ഒന്ന്, നമുക്കറിയാം, കർത്തദാസന്മാർ ഇവിടെ അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രോ ആക്റ്റീവ് ലീഡർഷിപ്പും റിയാക്റ്റീവ് ലീഡർഷിപ്പും. ഒരു വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് അത് പരിഹരിക്കുക, മറ്റൊന്ന് ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞിട്ട് അത് പരിഹരിക്കുന്ന വിഷയം. ദൈവത്തിന് സ്തോത്രം. 2 സമീപനങ്ങൾ. സ്തോത്രം. ഈ ശത്രുവിനോടുള്ള യുദ്ധതന്ത്രങ്ങളിലും ദൈവസഭ നേരിടേണ്ടത് ഈ 2 രീതിയാണ്. ഒന്ന്, ചിലത് ഉണ്ടാകേണ്ടതിന് മുമ്പേ അങ്ങോട്ട് എന്ന് യുദ്ധം ചെയ്ത് ചിലതിനെ കീഴ്പ്പെടുത്തണം. ചിലത് എത്ര ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും ചിലത് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുന്നതിനെ കണ്ട് പേടിച്ചോടുകയല്ല, ഇങ്ങോട്ട് വരുന്നതിനെ കണ്ട് നേരിട്ട് അതിനോട് യുദ്ധം ചെയ്ത്
അതിന്റെ മേൽ ജയം നേടുന്നത്. ഇത് രണ്ടും ദൈവസഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഗ്ലോറി. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ ദൈവത്തിന് സ്തോത്രം സംസാരിക്കാൻ ഇരുന്നതല്ലെങ്കിൽ ഒരു കാര്യം ദൈവത്തിന് സ്തോത്രം ഞാൻ ഓടിച്ചു പറഞ്ഞോളാം. നമ്മുടെ ചിന്താ വിഷയം അവിടെയല്ല. 1-ന്റെ 6-ാമത്തെ വാക്യത്തിലാണ് യഹൂദ മക്കൾ അല്ലെങ്കിൽ യഹൂദ ഗോത്രം കനാന്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ കനാന്യ രാജാവായ അദോനി ബേസക് എന്ന് പറഞ്ഞൊരു രാജാവിനെ കണ്ട് അവനെ പിടിച്ച് അവന്റെ കൈയുടെയും കാലിന്റെ പെരുവിരല് മുറിച്ചു കളഞ്ഞു. വേറെ ഒരിടത്തും ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല. കൈയുടെയും കാലിന്റെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു. ആരാണ്? യഹൂദ മക്കൾ, സ്തുതിക്കുന്നവർ, ആരാധിക്കുന്നവർ, സഭ, അഭിഷക്തന്മാർ. അദോനി സേദക്കിന്റെ, ശ്രദ്ധിച്ചേട്ടെ, കനാന്യ രാജാവായ അദോനി ബേസക്കിന്റെ കൈയുടെയും കാലിന്റെയും പെരുവിരൽ മുറിച്ചു കളഞ്ഞു. ഈ പെരുവിരൽ മുറിച്ചു കളഞ്ഞപ്പോൾ അദോനി ബേസക്കിനെ അടിമയായിട്ട് ഈ പിടിച്ചോണ്ട് വരുന്ന സന്ദർഭത്തിൽ അദോനി ബേസക്ക് പറയുകയാണ്, എനിക്ക് ഇത് തന്നെ വരണം. കാരണം ഞാൻ 70 രാജാക്കന്മാരുടെ കൈയുടെയും കാലിൻ്റെയും പെരുവിരൽ എന്തോ ചെയ്തതാ, ഞാൻ മുറിച്ചതാ. അതുകൊണ്ട് എനിക്കിത് വരേണ്ടത് തന്നെ. നമ്മുടെ നാടൻ ഭാഷയിൽ നമ്മുടെ ചില അമ്മമാരൊക്കെ പറയും, കൊടുത്താൽ എവിടെ കിട്ടും? സ്തോത്രം, ഹല്ലേലൂയ. അദോനി ബേസക്ക് പറയുകയാണ്, ഞാൻ അനവധി 70 രാജാക്കന്മാരുടെ കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു. അപ്പൊ എന്റെ ചിന്ത വന്നേ അതല്ല, ഇതൊക്കെ മറന്നു കിടന്ന വിഷയങ്ങളാ. ഇവരൊക്കെ ആരായിരുന്നു? 70 രാജാക്കന്മാർ, രാജകീയ ഭരണം നടത്തേണ്ടവർ, രാജകീയ സ്വഭാവങ്ങളിൽ ജീവിക്കേണ്ടവർ, രാജകീയ അധികാരങ്ങൾ ഉപയോഗിക്കേണ്ടവർ. ഇതെല്ലാം നഷ്ടപ്പെട്ട് അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, എന്റെ മേശയെങ്കിൽ നിന്ന് പെറുക്കി തിന്നിരുന്നു. അയ്യോ, രാജാക്കന്മാര് പെറുക്കി തിന്നേണ്ടവരല്ല. പറഞ്ഞ മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? രാജാക്കന്മാർ ആരല്ല? പെറുക്കി തിന്നേണ്ടവരല്ലെന്ന്. സമൃദ്ധിയുടെ മേശയിൽ സ്പൂണും ഫോർക്കും ഉപയോഗിച്ച് കഴിക്കേണ്ടവർ പെറുക്കി തിന്നുന്ന ഗതികേടിലേക്ക് മാറ്റിയത് ഒരു കനാന്യരുടെ തന്ത്രമായിരുന്നു. ഇന്ന് പകൽകാലം ഞാൻ ഇത് തിരുവല്ല ടൗൺ സഭയിൽ പറഞ്ഞതാണെങ്കിലും ഇന്നിവിടെ പ്രയർ സെന്ററിൽ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, രാജകീയമായി ജീവിക്കേണ്ട പലരും പെറുക്കി തിന്നുന്നതിന് കാരണം വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, വിളിയുടെ ശ്രേഷ്ഠതയുടെ കുറവല്ല, ഹല്ലേലൂയ, മറിച്ച് ശത്രുവിന്റെ കയ്യിൽ അറിയാതെ അകപ്പെട്ട് കൈയുടെ കാലിന്റെയും കൈയുടെ പെരുവിരൽ പോയാൽ പിന്നെ ആരാധിക്കാൻ പറ്റത്തില്ലെന്നേ, കാലിന്റെ പെരുവിരൽ പോയാൽ പിന്നെ നൃത്തം ചെയ്യാൻ പറ്റത്തില്ലെന്നേ. ഹല്ലേലൂയ. ഇന്ന് പകൽകാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു ദിവസമേ കിട്ടിയുള്ളെങ്കിലും ആത്മനിറവിൽ ആരാധിച്ച് ആത്മാവിന്റെ നിറവിൽ നൃത്തം ചെയ്ത് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽകാലം ശക്തിയോട് ഇടപെടുന്ന ഒരു പകല. ഘടകതല 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 ബൗഡിബിരി ഘടകസ് അന്തരാജാല വൈഡ ഖബാരാതര വൈഡൽ ഖരാജര. പരിശുദ്ധാത്മാവിന്റെ ഒരു പുതപ്പ് ഇന്ന് പകൽ എന്റെ മേൽ വീഴുന്ന ഒരു കാഴ്ച, നമ്മുടെ മേൽ വീഴുന്ന ഒരു കാഴ്ച ആത്മാവിനെ കാണിക്കുന്നു. അല്പസമയം എല്ലാ ദൈവമക്കളും ആത്മസ്വാതന്ത്ര്യത്തോടെ നാം റോയൽ പ്രീസ്റ്റ്ഹുഡ് ആണ്. ഹല്ലേലൂയ. രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, ദൈവത്തിന്റെ സ്വന്തം ജനം. നാം പെറുക്കി തിന്നേണ്ടവരല്ല. ഇന്ന് പകൽക്കാലം ഈ മീറ്റിംഗിന്റെ ആരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് ചിലരെ തൊടുക, ചിലരെ തൊടുക, ചിലരെ തൊടുക. അന്തരജാലകരാജര വൈഡ ഖരഗജര റിഗന്ധര ബൗഡൽ ഖരഗ അബ്ദൽ കടകച്ചാലം വൈഡ കബന ദീപ ശബ്ദനെ അടകച്ചാലം വൈഡ രമന ധീര ഖരഗസി. പ്രവചനാത്മാവിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ജനത്തെ ഇറക്കുകയാ. ഹംദര രാജ രഗജര ഹംദര രാജ രഗജര ഹംദര അടക രാജര വൈഡ ഖരഗ ജാര അബ്ദൽ ഖരഗസി
നീ പെറുക്കി തിന്നേണ്ടവളല്ല. Glory be to the Lord, glory be to the Lord. ആത്മാവിന്റെ ആയുധങ്ങളേന്തി കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യണ്ട. നീ കർത്താവിന്റെ കരങ്ങളിലെ മിനുക്കിയ അമ്പാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പോലെ കാലം ശക്തമായി ഇടപെടുകയ ദൈവത്തിന്റെ കരങ്ങളിലെ ഇണങ്ങിയ ആയുധമാണ്, മിനുക്കിയ അമ്പാണ്, അവന്റെ ഭൂമിയിലെ അമ്പാണ്. ഓ ഗ്ലോറി, ഗ്ലോറി. അല്പസമയം ദൈവമക്കളെ, ഒന്നാം ദിവസം പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യം ആത്മനിറവിൽ. ഓ glory. Dabara hattara dira raba 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 raba. Dabara bara 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 bara. Oh Jesus. Dabara vaida rabal karagasi. ചില കെണികൾ ഒഴിഞ്ഞു പോകുന്നു, ചില കെണികൾ ഒഴിഞ്ഞു പോകുന്നു. Yes, ചില കെണികൾ ഒഴിഞ്ഞു പോകുന്നു. അജരാ രഗൽ കരഗസി അന്തൽ കരാ ജരാ റിയാന്തര. അവൻ ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്നവനാ. ശത്രുവിന്റെ മുന്നിൽ മേശ ഒരുക്കുന്നവനാ. ഓ കാലത്തു നിന്റെ താലയിൽ വിത്ത് വിതയ്ക്ക, വൈകുന്നേരത്തു നിന്റെ കൈ ഇളച്ചിരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. Oh, in the name of Jesus. Hallelujah. പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വഴികൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നൽകിയ ദൈവവചന ഭാഗം വളരെ സുപരിചിതമായ ഒരു ദൈവവചന ഭാഗമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പങ്കുവയ്പ്പാനായിട്ട് നൽകിയത്. അതിനുവേണ്ടി ശമൂവേലിന്റെ 1-ാം പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, ദ ബുക്ക് ഓഫ് സാമുവേൽ, ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 7 വേഴ്സ് 12. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി. എല്ലാവരും പറഞ്ഞാട്ടെ, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബൻ ഏസർ എന്ന പേരിട്ടു. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്നലെ വൈകിട്ട് മുതൽ വളരെ ആത്മാർത്ഥമായിട്ട് ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ പ്രേരണയാണ്. അനവധി വചനഭാഗങ്ങൾ ഹൃദയത്തിൽ കൂടെ കടന്നുപോയെങ്കിലും പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് പിന്നെയും പിന്നെയും പ്രകാശിപ്പിച്ച, ഞാനിപ്പോൾ പറഞ്ഞ ദൂതുമായി ബന്ധപ്പെട്ട ചില ദൈവവചന ഭാഗങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പിന്നെ ശമൂവേൽ, എല്ലാവരോടും ഒന്ന് പറഞ്ഞ് പിന്നെ എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഒരു വർഷത്തിൻ്റെ ഒടുവിലത്തെ മീറ്റിംഗ്, ഈ മീറ്റിംഗ് വളരെ പ്രാധാന്യമുള്ള മീറ്റിംഗ് ആണ്. ഒരു വർഷത്തിൻ്റെ ഏറ്റവും ഒടുവിൽ നമ്മൾ വന്നിരിക്കുകയാണ്. സ്തോത്രം, അല്ലെങ്കിൽ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മീറ്റിങ്ങിൽ വളരെ പ്രാധാന്യമുണ്ട്. ഈ മീറ്റിങ്ങിൽ വളരെ ദൈവകൃപ അനുഭവിക്കണം. ദൈവത്തിന് സ്തോത്രം. തുറന്നൊരു സ്വർഗത്തിൻ്റെ കീഴിലാണ് കർത്താവ് നമ്മെ ഇരുത്തിയിരിക്കുന്നത്. പിന്നെ ശമൂവേൽ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബൻ ഏസർ എന്ന പേരിട്ട്. ദൈവത്തിന് സ്തോത്രം. സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എബൻ ഏസർ എന്ന വാക്കിൻ്റെ അർത്ഥം സഹായത്തിൻ്റെ കല്ല് എന്നാണ്. ദൈവത്തിന് സ്തോത്രം. സഹായത്തിൻ്റെ കല്ല് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. 1-2 കാര്യങ്ങളൂടെ നമുക്കറിയാമല്ലോ. ഇസ്രായേൽ പ്രധാനമായിട്ട് 15 ന്യായാധിപന്മാരെയാണ് എഴുന്നേൽപ്പിച്ചത്. അതിലേറ്റവും ഒടുവിലത്തെ ന്യായാധിപനായിരുന്നു ശമൂവേൽ എന്ന് കാണാൻ കഴിയുന്നു. ശമൂവേൽ മറ്റ് ന്യായാധിപന്മാരിൽ നിന്ന് വ്യത്യസ്തത എന്താണെന്ന് ചോദിച്ചാൽ, താൻ പുരോഹിതനായിരുന്നു, പ്രവാചകനായിരുന്നു, അപ്പോൾ തന്നെ ന്യായാധിപൻ കൂടിയായിരുന്നു ഇസ്രായേലിന്. ദൈവത്തിന് സ്തോത്രം. ന്യായാധിപന്മാരെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കാം. 2:16 ന്യായാധിപന്മാരെ എന്തിനാണ് തിരഞ്ഞെടുത്തതെന്നുള്ള ഉദ്ദേശം. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 2:16 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2:16. എന്താണ് ന്യായാധിപന്മാരെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം? പിടിച്ചുപറിക്കാരുടെ കയ്യിൽ നിന്ന് ജനത്തെ വിടുവിച്ചെടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക കാലയളവാണ്, ഒരു നിർണായക കാലഘട്ടമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ന്യായാധിപന്മാരുടെ കാലഘട്ടം. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തക ചരിത്രത്തിലെ നിർണായകവും സങ്കീർണവുമായ ഒരു കാലഘട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. അവയുടെ ആനുകാല പ്രസക്തി ഇന്ന്
നമുക്ക് ഈ വചനത്തിൽ കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതിനകത്ത് ഒന്നാമത്തെ ദൈവവിളിയുടെ മഹത്വവും നിയോഗത്തിൻ്റെ മാനദണ്ഡങ്ങളും. ദൈവത്തിന് സ്തോത്രം. സാഹചര്യങ്ങളെ ഹല്ലേലൂയ എന്താണെങ്കിലും അതിൻ്റെ നടുവിൽ, എതിരാണെങ്കിലും അതിൻ്റെ നടുവിൽ ഉള്ള ഒരു ദൈവപ്രവൃത്തി നമുക്ക് ഈ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ശമൂവേലിൻ്റെ ജനനം ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. എഫ്രൈം മലനാട്ടിലെ ഒരു ഗ്രാമപ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു ദമ്പതികൾ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ അദ്ദേഹത്തിൻ്റെ 2 ഭാര്യമാര്, അതിൽ ഒരാൾക്ക് ഹന്ന എന്നും മറ്റൊരാൾക്ക് പെനിന്ന എന്നും പേരാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരാൾ ആത്മീയ കാര്യങ്ങളോട് വളരെ തീവ്രമായി താല്പര്യമുള്ളവരും ഉള്ള ഒരാളും, മറ്റൊരാൾ ഗൃഹാതുരമായ വിഷയങ്ങളോട്, ഭവന സംബന്ധമായ വിഷയങ്ങളോട് വളരെ താല്പര്യമുള്ളയാളുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ഒരു വീട്ടിൽ 2 റാണിമാർ ഒരുമിച്ച് എന്തോ ചെയ്യത്തില്ല, പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ ഹന്ന നേരിട്ടത് ആ വിഷയത്തെ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ വിഷയമായിട്ട് വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്, ഹല്ലേലൂയ, ഈ സ്റ്റാൻലി ജോൺസന്റെ ഒരു പുസ്തകം വായിച്ചപ്പോൾ വിജയത്തിന് വേണ്ടുന്ന 10 കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. വിജയത്തിന് വേണ്ടുന്ന 10 കാര്യങ്ങൾ അവസരമായിട്ട് ഓടിച്ചു പറഞ്ഞേക്കാം. അതൊന്നും ബൈബിളിലുള്ള സ്റ്റാൻലി ജോൺസ് പറഞ്ഞ കാര്യം, പക്ഷേ എനിക്കത് വളരെ പ്രയോജനമായി. ആ ബുക്കും എനിക്ക് വളരെ പ്രയോജനമായി. അതിൽ ഒന്നാമത്തതാണ് 10 C's എന്നാണ് അതിന് പറയുന്നത്. നിങ്ങൾ കേട്ട് കാണും, വായിച്ചു കാണും. സ്തോത്രമെങ്കിലും അത് ചിലരുടെയെങ്കിലും ഒരു അറിവിന് വേണ്ടി ഒന്ന് ഓടിച്ചു പറയാം. 10 C's. ഒരാളുടെ ജീവിത വിജയത്തിന് വേണ്ടുന്ന 10 Cകൾ. ഒന്ന്, കൺസിഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ ഒരു ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ശരിയായ വഴി കണ്ടുപിടിക്കണം. ശരിയായ വഴിയിലൂടെയാണ് ഞാൻ പോകുന്നതെന്നുള്ള ഒരു ഉറപ്പ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. കൺസിഡർ എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് ചേഞ്ച് എന്നുള്ളത്. വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ വഴി വീണ്ടും എന്തോ ചെയ്യണം? ഏതെങ്കിലും ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ തെറ്റായ കാര്യങ്ങളെ ഹല്ലേലൂയ ചേഞ്ച് നമ്മൾ മാറ്റണം. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ കാര്യങ്ങളാണ്, അത് പറയാനായിട്ടാണ് ആ മൂന്നാമത്തെ കാര്യം ഇതിനകത്ത് ഉണ്ടതുകൊണ്ടാണ് ഞാനത് കാര്യം പറഞ്ഞത്. കണക്ട് എന്നുള്ളതാണ്. കണക്ട് എന്ന് പറയുന്നത്, connect our topic with Christ, connect our problem with Christ. നമ്മുടെ വിഷയത്തെ കർത്താവുമായിട്ട് ബന്ധിപ്പിക്കുക, നമ്മുടെ വിഷയത്തെ ദൈവവചനവുമായിട്ട് ബന്ധിപ്പിക്കുക, നമ്മുടെ വിഷയത്തെ പ്രാർത്ഥനയുമായിട്ട് ബന്ധിപ്പിക്കുക, നമ്മുടെ വിഷയത്തെ സഭയുമായി ബന്ധിപ്പിക്കുക, നമ്മുടെ വിഷയത്തെ അഭിഷക്തന്മാരുമായിട്ട് ബന്ധിപ്പിക്കുക. നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഉള്ളിൽ ഒതുക്കി വെച്ച് അഗ്നിപർവ്വതം പോലെ, അല്ലെങ്കിൽ ചിലരുടെ മുഖം നോക്കുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ പൊട്ടുമെന്നുള്ള രീതിയിൽ നടക്കാതെ അത് ഒരു അഭിഷക്തനോട് പറയുമ്പം അല്ലെങ്കിൽ അവിടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകും. അതിനു മുമ്പ് കർത്താവിനോട് പറയുമ്പം ഏത് രഹസ്യങ്ങളും പറയാൻ പറ്റുന്നയാളാണ് നമ്മുടെ കർത്താവ്. ഏത് സങ്കടങ്ങളും പറയാൻ പറ്റുന്നയാളാണ് നമ്മുടെ കർത്താവ്. ഏത് പരാജയങ്ങളും പറയാൻ പറ്റുന്ന ഒരാളാണ് കർത്താവ്. ഈ ദിവസങ്ങളിൽ കർത്താവ് നൽകിയ മറ്റൊരു ദൂതാണ് അതിൻ്റെ അല്ലെങ്കിൽ ചിന്തയിലും പ്രാർത്ഥനയിലും ഇരിക്കുകയാണ്. വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ വീണ്ടും പുതുക്കി പണിയുന്ന ഒരു കർത്താവ്. ശക്തമായ ഈ കാലഘട്ടത്തിന്റെ ഒരു സന്ദേശം പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിൽക്കുന്നവനെ മാത്രമല്ല ദൈവം ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. വീണെങ്കിലും ഓടാൻ താല്പര്യമുള്ളവനെ ഇത് അവസാനത്തെ ലാപ്പിലുള്ള ഓട്ടമാണ്. ഹല്ലേലൂയ. ഇതൊരു എൻഡ് ടൈമാണ്, ഒരു എൻഡ് ടൈം റിവൈവലാണ്. അതാണ് ആരംഭത്തിൽ പറഞ്ഞ ദൂതിൻ്റെ ഒരു പ്രത്യേകത. ഏതെങ്കിലും ജീവിത വിഷയങ്ങളുടെ നടുവിൽ പരാജയ ഭീതിയോട് ഇരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുണ്ഠിതപ്പെടേണ്ട കാര്യമില്ല. നിന്നെ ഓടിക്കുവാൻ നിന്റെ കാലുകൾക്ക് ബലം നൽകി, നിന്റെ കാലുകൾക്ക് ബലം നൽകി, കലമാൻ പേടയ്ക്ക് തുല്യമായ ബലം നൽകി ഗിരികളിൽ ഓടിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ കരം വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ അവൻ പുതുക്കി പണിയുന്നവനോ. ഞാൻ ഇന്ന് രാവിലെ എന്റേതായ ഒരു സ്വരത്തിൽ പ്രവചനമായി ആത്മനിയോഗത്തിൽ പറഞ്ഞാൽ അത് ഏറ്റെടുക്കണം. ദൈവം ഈ കാലത്ത് ചെയ്യാൻ പോകുന്ന ഉണർവിന്റെ പ്രത്യേകത, ഈ സഭയ്ക്കകത്തുള്ള ഏറ്റവും മുന്നിലിരിക്കുന്ന വ്യക്തി തൊട്ട് ഏറ്റവും ബാക്കിലിരിക്കുന്ന വ്യക്തിയിൽ വരെ ഒരു ദൈവപ്രവൃത്തിയുടെ ചലനമുണ്ടാകുമെന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയുടെ നിയോഗത്തിൽ ഞാൻ പറഞ്ഞാൽ, നിങ്ങൾ കൈയടിച്ചാലും കൈയടിച്ചില്ലെങ്കിലും ഉപവസിച്ചാലും ഉപവസിച്ചില്ലെങ്കിലും ഉടമലാരകരകസ് മുന്നേറ്റമാണെങ്കിലും പിന്മാറ്റമാണെങ്കിലും ഹല്ലേലൂയ, ഞാൻ ഹല്ലേലൂയ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പം യഹൂദേ നിനക്കൊരു കൊയ്ത്തു വച്ചിരിക്കുന്നു. ഓ, രക്തം ചെവിടുകയാണ്. സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? Connect your problem with Christ. Connect your life with the church. നിങ്ങളുടെ ജീവിതവും സഭയുമായിട്ടും നമ്മുടെ പ്രശ്നവും കർത്താവുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, കർത്താവേ, നീ അറിയാത്ത
ഒരു വാക്കും പറഞ്ഞാട്ടെ. എത്ര പേർക്ക് ഇന്ന് രാവിലെ പറയാൻ പറ്റും, നീ അറിയാത്ത ഒരു ഫോൺ നമ്പരും എൻ്റെ ഫോണിലില്ല, നീ അറിയാത്തൊരു വാക്കും എൻ്റെ നാവിന്മേലില്ല, ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു, നീ എൻ്റെ ജയത്തെ മാത്രമല്ല നീ എൻ്റെ പരാജയത്തെ അറിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റു പലർക്കും അറിയത്തില്ല പരാജയം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ സുവിശേഷൻ എന്നോട് പറഞ്ഞൊരു കാര്യം. അദ്ദേഹം ഞങ്ങൾ രണ്ടുകൂടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ഒരു വലിയ ചർച്ചിൻ്റെ ഭാഗമായിരുന്നു. 1 വർഷം അദ്ദേഹം ആ ചർച്ചിൽ പോയി. അദ്ദേഹം ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ഒരാളാണ്, വീട്ടിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. അദ്ദേഹം ഒരു കടത്തിണ്ണയിലാണ് കിടന്നുകൊണ്ടിരുന്നത്, ഒറ്റ പാൻറ്റും ഒറ്റ ഷർട്ടും. സ്തോത്രം. 1 വർഷം ആ സഭയിൽ പോയിട്ടും നീ ഭക്ഷണം കഴിച്ചോ, നീ എവിടെ കിടക്കുന്നതെന്ന് ആരും എന്നോട് ചോദിച്ചില്ല. എനിക്കതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നി. 1 വർഷം ഞാൻ ആ ചർച്ചിൽ പോയിട്ടും ആരും എന്നോട് ചോദിച്ചില്ല, അല്ലേ? പാസ്റ്റർമാരൊക്കെ ആണെങ്കിൽ ആരും ആരാധിച്ചില്ലേ ചോദിക്കും, എന്താ ബ്രദറെ കൈയടിക്കാൻ എന്ന് ചോദിക്കും, അല്ലേ? കർത്തൃമേശ എടുത്തില്ലേ ചോദിക്കും, എന്താ കർത്തൃമേശ എടുത്തില്ലല്ലോ. സ്തോത്രം. ഇന്നലെ ആഹാരം കഴിച്ചോന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഹലോ, ഇന്നലെ ഭക്ഷണം കഴിച്ചായിരുന്നോ? നമ്മുടെ സമസ്ത മേഖലകളിലും ഇടപെടുന്നവനാണ് നമ്മുടെ കർത്താവ്. ആർക്കും അറിയാത്ത രഹസ്യങ്ങളും അറിയാവുന്നവനാണ് കർത്താവ്. ആർക്കും അറിയാത്ത പരാജയങ്ങളും അറിയുന്നവനാണ് കർത്താവ്. അത് പറയുമ്പം തന്നെ ആർക്കും അറിയാത്ത പരാജയത്തെയും അല്ലെങ്കിൽ ജയമാക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് കേട്ടോ. രക്തം ചെമെടുക്കുകയാണ്. ഈ പകൽ പരിശുദ്ധാത്മാവ് ശാന്തമായി ഇവിടെ ഇടപെടുന്നു ചില ജീവിതങ്ങളെ. നീറുന്ന ചില വിഷയങ്ങളുണ്ട് കേട്ടോ. ആത്മാവ് ഇടപെടുകയാ. വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയോട് ഇടപെടുകയാ. ആഴത്തിൽ ഇടപെടുകയാ കേട്ടോ. ചലിക്കുന്ന ഖരം രക്തം ചെമെടുക്കുകയാണ്. ഈ ന്യായാധിപന്മാർ പുസ്തകത്തില് ഒരു വലിയൊരു അത്ഭുതമുള്ളത് നിങ്ങൾ വായിച്ചു നോക്കണം. ഈ അന്ന് യഥാർത്ഥത്തിൽ പ്രവാചകന്മാരൊന്നും അഭിഷേകം ചെയ്തായിട്ട് കാണുന്നില്ലെങ്കിലും ചില നിർണായക പ്രതിസന്ധിയുടെ നടുവിൽ അന്നേരം ഒരു പ്രവാചകൻ വന്നിട്ട് ഒരു ആലോചന പറയും. അപ്പൊ ഞാൻ ചിന്തിച്ച്, ഈ പ്രവാചകൻ എവിടെ ആയിരുന്നു? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകം അറിയുന്നവർ പ്രവാചകന്മാരില്ലെങ്കിലും ദൈവം അറിയുന്ന ചില ദൈവത്തിന്റെ ദാസന്മാർ ചിലയിടത്തുണ്ട്. ദൈവത്തിന്റെ ഹൃദയം അറിയുന്നവർ. യെസ്, ഞാൻ പറയുന്ന ദൂത് ചില ജീവിതങ്ങളോടാണെന്ന് ആത്മാവ് പറയുക. ദൈവം ഹൃദയം കൊണ്ട് അറിയുന്ന ചില ജീവിതങ്ങളുണ്ട്. ദൈവ ഹൃദയം കൊണ്ട് അറിയുന്ന ചില ജീവിതങ്ങളുണ്ട്. ഇനിയും പ്രതികരിച്ചില്ല, പേര് പരിശുദ്ധാത്മാവ് വിളിക്കും. ഇനിയും പ്രതികരിച്ചില്ലെങ്കിൽ നിന്റെ പേര് പരിശുദ്ധാത്മാവ് വിളിക്കും. ദൈവം മാത്രം അറിയുന്ന ചില വിഷയത്തെ ദൈവം മാത്രം അറിയുന്ന വിഷയമാണെങ്കിലും മറുപടി തരുമ്പോ എല്ലാവരും അറിയും. ദൈവത്തിന് സ്തോത്രം. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. Glory be to the Lord Jesus. പിടിച്ചുപറിക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് ന്യായാധിപന്മാരുടെ ദൗത്യം. ദൈവത്തിന് സ്തോത്രം. അല്ല, ഞാൻ ഇതുവരെ പറഞ്ഞു നമ്മുടെ വിഷയത്തെ കർത്താവുമായിട്ട് കണക്ട് ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 4-ാമത്തെ കാര്യമാണ് ഹല്ലേലൂയ, കൺവേർട്ട്, വിധേയപ്പെടുക എന്നുള്ളത്. ദൈവത്തിന്റെ വചനത്തിന് നമ്മളെ തന്നെ എന്ത് ചെയ്തു കൊടുക്കുക? ഉറക്കെ പറ, വിധേയപ്പെട്ടു കൊടുക്കുക. കൺവേർട്ട്. 5-ാമത്തെ കാര്യമാണ് ഹേമം അവസാനിക്കുക, അല്ലെങ്കിൽ സീസൺ എന്നാണ് അതിന് പറയുന്നത്. ഹേമം. ചിലപ്പോൾ ദൈവമക്കളാണെങ്കിൽ സ്വസ്ഥതയില്ലാത്തൊരു ഹൃദയവുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, സ്വസ്ഥതയില്ലാത്തൊരു ഹൃദയവുമായിട്ടിരുന്ന് ആരാധിക്കുന്നവരുണ്ട്. ഹൃദയത്തിനകത്ത് എന്തോ ഇല്ല,
ഇരിക്കുമ്പോഴും വളരെ ഡിസ്റ്റർബ്ഡായിട്ട്, സ്വസ്ഥതയില്ല. ഹേമോ, അവരെ തന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില അനുഭവങ്ങൾ. ഹേമം, സീസ്. ഹല്ലേലൂയ, സ്തോത്രം. ഹേമം അവസാനിപ്പിക്കുക. അത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ളൊരു നിരപ്പാണ് അത് കാണിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നാം യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തോട് നിരന്നിട്ട് നമുക്ക് ദൈവത്തോട് എന്തുകൊണ്ടെന്നാണ് പറയുന്നത്? ഉറക്കെ പറ, സമാധാനമുണ്ട് ദൈവത്തിന്. സ്തോത്രം. കാരണം ആ സകല ബുദ്ധിയും കവിയുന്ന സമാധാനമാണ് ദൈവം തന്നിരിക്കുന്നത്. ആറാമത്തെ കാര്യമാണ് കോൺസെൻട്രേറ്റ്. നമ്മുടെ വിഷയത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഹല്ലേലൂയ. ഏഴാമത്തെ കാര്യമാണ് ക്ലെൻസ് എന്നുള്ള കാര്യം. ആ ക്ലെൻസ് എന്നുള്ള കാര്യം ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് ശുശ്രൂഷിക്കാൻ പോകുന്ന ഹല്ലേലൂയ വിഷയമായിട്ടൂടെ ബന്ധമുള്ളൊരു കാര്യമാണ്. പ്രായശ്ചിത്തം ചെയ്യുക. കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് അനുദപിക്കുക മാത്രമല്ല, കഴിവുള്ളിടത്തോളം ആ വിഷയത്തിൽ പ്രായശ്ചിത്തം ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം. ക്ലെൻസ്. നാം ചെയ്യുന്ന നീതി പ്രവർത്തികൾ മുഖാന്തരം നമ്മുടെ പാസ്റ്റ് ലൈഫിൽ സംഭവിച്ചിട്ടുള്ള പരാജയങ്ങളെ ആ നീതി പ്രവർത്തികൾ കൊണ്ട് കവറപ്പ് ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ക്ലെൻസ്. ഹല്ലേലൂയ. എട്ടാമത്തതാണ് ഹല്ലേലൂയ, ക്രിസ്ത്യനൈസ്. ക്രിസ്ത്യനൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ്. പെന്തക്കോസ്തുകാർക്ക് എന്തോ ഉണ്ടോ? ഉറക്കെ പറഞ്ഞേ. ഹല്ലേലൂയ. വേർപെട്ട ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, ഞാനത് പറയാനാണ് ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് എന്തോ ഉണ്ട്? ഉറക്കെ പറഞ്ഞേ. ദൈവമക്കൾക്ക് എന്തോ ഉണ്ട്? ഹല്ലേലൂയ. ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈലുണ്ട്, ഒരു ജീവിത ശൈലിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഒരു പ്രത്യേക ശൈലിയുണ്ട്. രാവിലെ എഴുന്നേറ്റുള്ളവരുടെ പ്രാർത്ഥന, രാവിലെ എഴുന്നേറ്റുള്ള പാട്ട്, രാവിലെ എഴുന്നേറ്റുള്ള വചനധ്യാനം, അവരുടെ ജീവിതത്തിലുള്ള ഹല്ലേലൂയ സ്തോത്രം, എല്ലാ മേഖലകളിലും അവരുമായിട്ട് സഹകരിക്കുമ്പോൾ അറിയാം ഇവനൊരു ദൈവ പൈതലാണ്. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അറിയാം, ആർ യു എ ചൈൽഡ് ഓഫ് ഗോഡ്, ആർ യു എ ബോൺ അഗൈൻ. സ്തോത്രം, സ്തോത്രം. ക്രിസ്ത്യനൈസ്. നമ്മുടെ നമ്മുടെ ജീവിതത്തെ സ്തോത്രം ദൈവത്തിൻ്റെ ജീവിത ശൈലിയും അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ കൾച്ചറുമായിട്ട്, ഹല്ലേലൂയ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ട ജീവിത ശൈലിയുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുക. സ്തോത്രം. രൂപാന്തരപ്പെടുത്തുക. ഒമ്പതാമത്തതാണ് കൾട്ടിവേറ്റ്. ധ്യാനം. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ പുതിയ ഉൾക്കാഴ്ചകൾ. സ്തോത്രം. ദൈവദാസന്മാരുടെ സന്ദേശം കേൾക്കുമ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, ഒത്തില്ല, ശരിയായില്ല, ഓ എത്ര വലിയ പ്രസംഗം കേട്ടതാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ കേൾക്കുന്ന പ്രസംഗത്തിന് എനിക്ക് ബുക്ക് കൊണ്ട് തരുന്ന ഒരു പാവം പിടിച്ച ദൈവാസനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ വലിപ്പം കൊണ്ടല്ല ഞാൻ എടുക്കുന്നത്. അദ്ദേഹം ഒരു എഫേർട്ട് ഉണ്ടല്ലോ എന്നോർത്താണ് 2-3 ബുക്ക് വായിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഇത് കൊടുക്കും. ഒരു സന്തോഷം. കാരണം അദ്ദേഹം കുറേ ബുക്കും ചുമന്നുകൊണ്ട് വീട്ടിൽ വരുന്നു, വെറുതെ വന്ന് പൈസ ചോദിക്കാതെ കുറേ ബുക്കും കൊണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് എല്ലാ പ്രാവശ്യവും പറയാറുള്ളൂ, പാസ്റ്ററേ എനിക്ക് ഈ ബുക്കൊന്നും വലിയ പ്രയോജനമില്ല, ഇതിനകത്തൊന്നും പ്രസംഗിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളൊന്നും ഇല്ല, ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ എഴുതി വെച്ചേക്കാം. അപ്പോഴെല്ലാം ഈ പുള്ളിക്കാരൻ പറയുന്നൊരു വാക്കുണ്ട്, അത് ഞാനിപ്പോൾ പറയാം. അദ്ദേഹം പറയാം, പാസ്റ്ററേ 100 പേജ് വായിക്കുമ്പം ഒരു 10 പേജ്, ഒരു 10 സെൻറ്റൻസ് ഉള്ളത് പാസ്റ്റർക്ക് കിട്ടും. 100 പേജ് വായിക്കുമ്പം 100 പേജും പാസ്റ്റർക്ക് പ്രയോജനം ഇല്ല. പക്ഷെ 100 പേജുള്ള ഈ ബുക്ക് വായിക്കുമ്പം ഇതിനകത്തൊരു 10 പേജ് പാസ്റ്റർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടും. ഞാൻ പറയും, ബുക്ക് അവിടെ വെച്ചേര്. കഴിഞ്ഞ ദിവസം 3 എണ്ണം കൊണ്ട് വെച്ച് ഞാൻ പറഞ്ഞു, വേണ്ട പാസ്റ്റർ ബുക്ക് എടുത്തുകൊണ്ട് പോയിക്കോ, തന്ന പൈസ ഒക്കെ എടുത്തോ, ബുക്ക് വേണ്ട. അന്നേരം എന്നോട് അവിടെ ഇരുന്നിട്ട് ശാന്തമായിട്ട് പറയുകയാണ്, പാസ്റ്ററെ ഈ ബുക്കിനകത്ത് ചില വരികളെങ്കിലും പാസ്റ്റർക്ക് പ്രയോജനപ്പെടും. ഞാൻ പറഞ്ഞു, ബുക്ക് അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. സ്തോത്രം. എല്ലാറ്റിലും നമ്മൾ നന്മ കണ്ടെത്തണം. എല്ലാറ്റിലും നമ്മൾ എന്തോ ചെയ്യണം? കൾട്ടിവേറ്റ്. നമ്മളൊരു നന്മയുടെ വശത്തായിരിക്കണം എപ്പോഴും നിൽക്കേണ്ടത്. കൾട്ടിവേറ്റ് ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. സഭയുടെ നന്മയുടെ വശത്താണ് നമ്മൾ എന്തോ ചെയ്യേണ്ടത്? നിൽക്കേണ്ടത്. അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെയാണ് ക്രിയേറ്റ് എന്നുള്ള പദം, 10ാമത്തത്. നമ്മൾ ക്രിയേറ്റ് എന്നുള്ള കാര്യം എന്ന് പറയുന്നത്, സ്തോത്രം, നമ്മൾ പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ഈ മടിയരുടെ, ഹല്ലേലൂയ, അലസരുടെ തലയിലാണ് പിശാച് എന്തോ ചെയ്യുന്നത്? കൂടുവെക്കുന്നത്. സ്തോത്രം അല്ലേ? സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ആയൂര് ഏറ്റവും ഒരു ചെറിയ സെൻറ്ററിലാണ് അന്ന് പാസ്റ്റർ വർഗീസ് സുഹൃത്തെ അവിടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ആയൂര് ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന സമയത്ത് വളരെ സാമ്പത്തികമായി ഞെരുക്കം ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യം, പട്ടിണിയൊന്നും അല്ല, വളരെ ടൈറ്റ് ഉണ്ടായ ഒരു സന്ദർഭത്തിൽ രാവിലെ എഴുന്നേറ്റ്, അന്നത്തെ എൻ്റെ ജീവിത രീതിയൊക്കെ കുറച്ചുകൂടെ ഉത്സാഹമായിരുന്നു, ഇന്നത്തേനേക്കാളെ കുറച്ചുകൂടെയൊക്കെ വേറൊരു രീതിയായിരുന്നു. ചൂട് തീഷ്ണതയോടെ നിൽക്കുന്ന സമയമാണ്. സ്തോത്രം.
എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞു, രാവിലെ എന്താ ചെയ്യേണ്ടേ ചോദിച്ചു. രാവിലെ എന്താ ചെയ്യണ്ടേ? രാവിലെ ഗെറ്റ് റെഡി, രാവിലെ റെഡിയായി നിൽക്കുക. സ്തോത്രം. ഞാൻ പെട്ടെന്ന് ഈ സന്ദേശം കിട്ടിക്കഴിഞ്ഞ ഉടനെ രാവിലെ റെഡിയായി. അപ്പോൾ എന്നോട് വരി വെച്ചു, എവിടെ പോവാന്ന്? ഞാൻ പറഞ്ഞു, പോകും, ഒരിടത്ത് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആയൂർ ജംഗ്ഷനിൽ വന്ന് ഇങ്ങനെ കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എന്തോ പ്രോഗ്രാം എന്തോ എന്ന് പറഞ്ഞില്ല. രാവിലെ റെഡിയായി ആയൂർ ടൗണിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിൽ കൂടെ നടക്കുകയാണ്. സ്തോത്രം. അവർ ബൈക്കും അവിടെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പ്രോഗ്രാം വിളിക്കാൻ വരുന്ന ആൾ വരുമ്പം കാണണം. ദൈവത്തിന് സ്തോത്രം. അന്നേരം കൊണ്ട് തിരുവല്ല എന്നൊരു അച്ചായൻ എയർപോർട്ടിൽ പോകാനായിട്ട് സ്തോത്രം ഒരു ചായ കുടിക്കാനുള്ള സ്ഥലം നോക്കിപ്പോണ്ട് സാബു പാസ്റ്റർ അവിടെ നിൽക്കുന്നു. എന്നാ പാസ്റ്റർ ഇവിടെ നിൽക്കുന്നേ? സ്തോത്രം. ഞാൻ പറഞ്ഞു, ഇപ്പം ശുശ്രൂഷ ഇവിടെ അടുത്താ. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ പോയി ചായ കുടിക്കാമെന്ന് പറഞ്ഞു. സ്തോത്രം. അല്ലെങ്കിൽ വീട്ടിൽ പോയി ചായ കുടിച്ചപ്പം ആ ദിവസങ്ങളിലേക്കുള്ള എൻ്റെ ആവശ്യങ്ങൾക്കുള്ള എല്ലാ വഴികളും അച്ചായനിൽ കൂടെ ഒരു കാക്ക എന്ന രീതിയിലാണ് വീട്ടിലോട്ട് എന്തോ ചെയ്യുന്നത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു സാധ്യതയില്ലാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. കുഞ്ഞുങ്ങളോട് വഴക്കുണ്ടാക്കിയൊക്കെ അവിടെ മൂശാട്ട് കേട്ടിരുന്നായിരുന്നെങ്കിൽ എന്തോ സംഭവിച്ചേനെ? അച്ചായം ആയൂര് വഴി കിളിമാനൂർ ചെന്ന് ചായം കുടിച്ചെന്തോ ഇതേനെ. സ്തോത്രം. നിങ്ങൾക്ക് സന്തോഷം വന്നില്ലെന്ന് തോന്നല്ലേ? ക്രിയാത്മകമായ ദൗത്യങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ഈ വായിച്ച വാക്യത്തിലേക്ക് വന്ന് സമയം വളരെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വിജയത്തിന് വേണ്ടുന്ന 10 കാര്യങ്ങൾ ഈ സ്റ്റാൻലി ജോൺസ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഈ നമ്മൾ വായിച്ച ദൈവവചന ഭാഗം നമ്മൾ ചിന്തിക്കണമെങ്കിൽ ഈ മൊത്തത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഈ മെസ്സേജിനകത്ത് വരുന്നതാണ്. സ്തോത്രം. 4-ാം അധ്യായത്തിലാണ് ഈ 7-ാം അധ്യായത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നത്. 4-ാം അധ്യായത്തിൽ ശമൂവേലിൻ്റെ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് വലിയൊരു പരാജയം ഉണ്ടായി. 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടുത്തെ മൂപ്പന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾക്ക് ഈ പരാജയം വരാൻ ഇസ്രായേൽ മൂപ്പന്മാർ, ഇന്ന് യഹോവ നമ്മെ ഫെലിസ്ത്യരോട് തോൽക്കുമാറാക്കിയത് എന്ത്? 2 ചോദ്യങ്ങളുണ്ട് ജീവിതത്തിൽ. ഒന്ന്, ഞാൻ തോൽക്കാനുള്ള കാരണം എന്താണ്? അത് ജീവിത വിജയത്തിന് നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. ഒരു ആത്മപരിശോധന, സ്വയപരിശോധന. ഞങ്ങൾ തോൽക്കാൻ കാരണം എന്താണ്? ആരും ഉറങ്ങല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. തോൽക്കാൻ, പരാജയപ്പെടാനുള്ള കാരണം എന്താ? സ്തോത്രം. അതൊരു നല്ല ചിന്തയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. 2, അതേപോലുള്ള മറ്റൊരു ചിന്തയാണ്, വിജയിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? പണ്ടൊരാൾ പറഞ്ഞിട്ട്, തോക്കാൻ വേറൊന്നും ചെയ്യണ്ട, ഈ പോന്ന പോലെ എന്തോ ചെയ്താൽ മതി. സ്തോത്രം. തോൽക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, ഈ പോകുന്ന പോലെ എന്തോ ചെയ്താൽ മതി, പോയാൽ മതി, തോൽക്കും. പക്ഷെ എന്നാലും ഒരു ആത്മപരിശോധന, ഈ വർഷത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സമയങ്ങളാണല്ലോ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ആത്മപരിശോധന വേണം. കഴിഞ്ഞ വർഷം നമ്മുടെ ജീവിതത്തിലെ ജയപരാജയങ്ങളൊക്കെ ഹല്ലേലൂയ ഒന്ന് വിചിന്തനം ചെയ്യുവാനുള്ള അവസരമാണ്. ദൈവത്തിന് സ്തോത്രം. അവര് ചോദിച്ചൊരു ചോദ്യമാണ്, ഇന്ന് യഹോവ നമ്മെ തോൽക്കുമാറാക്കിയത് തോൽവിയുടെ കാരണങ്ങൾ എന്താണ്? അതിനുവേണ്ടി അവരൊരു സ്വയപരിശോധന നടത്തി. ദൈവത്തിന് സ്തോത്രം. സ്വയപരിശോധന നടത്തിയപ്പം അവർക്ക് മനസ്സിലായി, സാധാരണ ഫെലിസ്ത്യരുടെ മുമ്പിൽ അവര് തോൽക്കേണ്ടിയതല്ല, അവർ പക്ഷേ ഇപ്പോൾ തോറ്റുപോയി. 2-ാം വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്, ഫെലിസ്ത്യർ ഇസ്രായേലിന്റെ നേരെ അണിനിരുന്ന് പട പരന്നപ്പോൾ ഇസ്രായേൽ ഫെലിസ്ത്യരോട് തോറ്റുപോയി. ഒരു തോൽവി സാധാരണ ദൈവജനത്തിന് അത് സംഭവ്യമല്ല, പക്ഷെ ഒരു തോൽവി, ഒരു പരാജയം അവിടെ ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. ആ പരാജയം എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് അവർ ചിന്തിച്ചപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു. അവർക്ക് മനസ്സിലായി, നമ്മുടെ നടുവിൽ എന്തോ ഇല്ല, പെട്ടകമില്ല, ദൈവ സാന്നിധ്യമില്ല, അതുകൊണ്ടാണ് തോറ്റത്. അതുകൊണ്ട് അവരെന്തോ ചെയ്തു, ശീലോവിൽ നിന്ന് യഹോവയുടെ പെട്ടകം അവര് കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം യോശുവയുടെ കാലത്ത് ഈ മൂപ്പന്മാർക്ക് ഒരു അനുഭവം ഉണ്ട്. എരിഹോവിനോട് യുദ്ധം ചെയ്യാൻ പോയ സന്ദർഭത്തില് പെട്ടകമാണ് എന്തോ ചെയ്തത്, മുമ്പേ പോയത്. ദൈവത്തിന് സ്തോത്രം. ആദ്യം ആയുധപാണികൾ പോയി, അതിൻ്റെ പുറകിൽ എന്തോ പോയി, പെട്ടകം പോയി. അതിൻ്റെ പുറകിൽ ആര് പോയി? കാഹള ഊതുന്നവർ പോയി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പെട്ടകമുണ്ടെങ്കിൽ എന്തോ നടക്കും? ഒന്ന് ഉറക്കെ പറഞ്ഞേ, പുറകിലിരിക്കുന്നവരോട്. പെട്ടകമുണ്ടെങ്കിൽ എന്തോ നടക്കും? ജയം നടക്കും. പെട്ടകം കൊണ്ടുവരാൻ പറഞ്ഞു. പെട്ടകം കൊണ്ടുവന്നു. പെട്ടകവുമായിട്ട് പോയി. അതിനേക്കാൾ വലിയ കടുത്ത പരാജയം. സ്തോത്രം. നമുക്കറിയാം, ജീവിത വിജയത്തിന്
വിടുതലുകൾക്ക് എല്ലാ കാലവും ഉപവാസവും പ്രാർത്ഥനയും ഒരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ. പക്ഷെ ഉപവസിച്ചിട്ടും പലപ്പോഴും ജീവിതത്തിൽ മുന്നേറാൻ കഴിയാതെ തോൽവി മാത്രം ഉണ്ടെങ്കിൽ നമുക്കൊരു ആത്മപരിശോധന വേണം. പെട്ടകത്തിൻ്റെ കുറവാണെന്നും പറഞ്ഞ് അവർ പെട്ടകം കൊണ്ടുവന്നു. എന്നിട്ട് പെട്ടകം അവിടോട്ട് വന്നപ്പോഴത്തേക്ക് അവരെന്തോ ഇതെന്നാ പറയുന്നത്, അവരാർപ്പ് വിളിച്ചു. അവർ വിചാരിച്ച് ഇനി ആരാധനയുടെ കുറവായോണ്ടാണ്. അങ്ങ് ആരാധിച്ചേക്കാം. വരുന്ന ഭാഷന്മാരെല്ലാം പറയുന്നത് തന്നെ അല്ലേ? ശ്രദ്ധിച്ചിരിക്കുന്നവർ ഒന്ന് കൈയടിച്ചില്ലേലും പാട്ട് പാടിയില്ലെങ്കിലും ചിലരെ നോക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ എന്നാ പിന്നെ എന്തോ ചെയ്തേക്കാം, ആരാധിച്ചേക്കാം, ഉപവസിച്ചേക്കാം, എന്നാ പിന്നെ അങ്ങ് ആരാധിച്ചേക്കാം. പക്ഷെ വീണ്ടും പരാജയം. സ്തോത്രം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും എന്തല്ല, വൃഥാവല്ല. ദൈവത്തിന് സ്തോത്രം. അത് ജയത്തിന് കാരണമാണ്. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. സ്വയപരിശോധനയില്ലാതെ, ആത്മപരിശോധനയില്ലാതെ നാം ചെയ്യുന്ന കാര്യങ്ങൾ ഔപചാരികതയിൽ മാത്രം ഒതുക്കുകയാണെങ്കിൽ ദൈവപ്രീണനത്തിന് വേണ്ടിയിട്ടുള്ള കുറുക്കുവഴിയായിട്ട് അതിനെ കണ്ടാൽ അവിടെ പരാജയമായിരിക്കും. ദൈവീക പ്രീണനം എന്ന് പറഞ്ഞാൽ ദൈവീക പ്രസാദത്തിന് വേണ്ടിയുള്ള കുറുക്കുവഴിയായിട്ട് അതിനെ കണ്ടാൽ, സ്തോത്രം സ്തോത്രം സ്തോത്രം, അത് പരാജയമായിരിക്കും. ഞാൻ ഈ 21 ദിവസം ഉപവാസ പ്രാർത്ഥന ഏറ്റവും ഒടുവിലത്തെ ദിവസമാണ്. എനിക്ക് ആ ക്ലിപ്പ് കിട്ടിയത്. നിങ്ങൾക്കെല്ലാം കിട്ടിക്കാണോന്നറിയാം. നമ്മുടെ ഇവിടുത്തെ മർത്തോമായിലെ ഇവിടുത്തെ മെത്രോപൊലിത്ത ഈ കഴിഞ്ഞ ആഴ്ചയിലല്ല, ഡിസംബർ മാസത്തിൻ്റെ 2ാമത്തെ ആഴ്ചയിൽ ഇട്ടൊരു ക്ലിപ്പ് നിങ്ങൾ കണ്ടു കാണും. ഈ ഡിസംബർ മാസം മർത്തോമാ സഭയ്ക്ക് അനുരഞ്ജനത്തിൻ്റെ ആഘോഷത്തിൻ്റെ മാസമാണ്. ആ പേര് തന്നെ എത്ര ഒരു അനുരഞ്ജനത്തിൻ്റെ ആഘോഷം അവരുടെ ടോപ്പിക്കാണ്. ധ്യാനത്തിൻ്റെ ചിന്ത അനുരഞ്ജനത്തിൻ്റെ ആഘോഷം. അതിനുവേണ്ടി പ്രത്യേക വായന ഭാഗങ്ങൾ ക്രമീകരിച്ച് വിശ്വാസികൾക്ക് വായിക്കാൻ, അച്ഛന്മാർക്ക് വായിക്കാൻ ഒക്കെ കൊടുത്തു. ആദ്യത്തെ ആഴ്ച ഡിസംബർ മാസത്തിൻ്റെ 1ാമത്തെ ആഴ്ച മെത്രാച്ചന്മാർ തമ്മിലുള്ള അനുരഞ്ജനമായിരുന്നു. അത് കഴിഞ്ഞു. 2ാമത്തെ ആഴ്ച അച്ഛന്മാരും വിശ്വാസികളും തമ്മിലുള്ള അനുരഞ്ജനമായിരുന്നു. അത് 14ാമത്തെ ഞായറാഴ്ചയായിരുന്നു. കോഴഞ്ചേരി പള്ളിയിൽ അത് നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട അച്ഛൻ കുർബാനയ്ക്ക് തൊട്ട് മുമ്പ്, സ്തോത്രം, ഈ അനുരഞ്ജനത്തിൻ്റെ ദൈവവചന ഭാഗം വായിച്ചിട്ട് ഈ കുർബാന നടക്കുന്നതിന് മുമ്പ് അച്ഛൻ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഞാനിവിടെ വന്നിട്ട് മനഃപൂർവ്വമായിട്ട് ആരോടെങ്കിലും ഹല്ലേലൂയ പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷെ കമ്മിറ്റി കൂടിയപ്പം അഭിപ്രായ സമന്വയം ഉണ്ടാകേണ്ടതിന് വേണ്ടി ഉച്ചത്തിൽ ഞാൻ ഇന്നാരോടൊക്കെ സംസാരിച്ചു. അവർ ദയവായിട്ട് അല്പം മുന്നോട്ട് വരണം, ഞാൻ അവരോട് മനഃപൂർവ്വമായി ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ അങ്ങോട്ട് ചെന്ന് അല്ലെങ്കിൽ നടുക്കെട്ടിന് പിടിച്ച് ചുംബിച്ച് എന്നോട് ദയവായി ക്ഷമിക്കണമെന്ന് അച്ഛൻ പറഞ്ഞപ്പം 3 പേരോട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞപ്പം പുറകിൽ നിന്നിരുന്ന ഒരു അച്ചായൻ ഉറക്കെ ഒരു നിലവിളി. അച്ഛാ, 21-ാം തീയതി ഞായറാഴ്ചയാണ് വിശ്വാസികൾക്കുള്ള അനുരഞ്ജനം, അതുവരെ കാത്തിരിക്കാൻ എന്നെ കൊണ്ടാവില്ല. നാളുകളായി സഭയ്ക്കകത്ത് ഞങ്ങൾ 2 പേർ മിണ്ടാതിരിക്കുന്നവരുണ്ട്. ഇപ്പോൾ തന്നെ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ആ സഹോദരൻ മുന്നോട്ട് വന്ന ഒരു കൂട്ട നിലവിളിയായിരുന്നെന്ന് ഹല്ലേലൂയ പറഞ്ഞ കാര്യം ഞാൻ കേട്ടു. പ്രിയപ്പെട്ടവരെ, അനുരഞ്ജനത്തിൻ്റെ ആഘോഷം, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരാൾ തിരുമേനോട് ചോദിച്ചു, അപ്പോൾ അതുകൊണ്ട് മർത്തോമ സഭയിൽ എല്ലാം ആയോന്ന് ചോദിച്ചു. എല്ലാം ആയോന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നടന്നു, ദൈവത്തിന് സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്നത് നടന്നു, ദൈവത്തിന് സ്തോത്രം. എല്ലാം ആയോന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ദൈവമക്കളെ, ഈ ഒരു ചലനാത്മകത അല്ലായിരുന്നു കേട്ടോ. ഞാൻ ടൗൺ സഭയിൽ 3 മീറ്റിങ്ങുകളിൽ ആവർത്തിച്ചു പറഞ്ഞു, അനുരഞ്ജനത്തിൻ്റെ ഒരു ആഘോഷം. പണ്ടൊക്കെ ഹല്ലേലൂയ മറ്റു പലരെ നോക്കി പഠിക്കുന്നൊക്കെയാണ്, നമ്മളെ നോക്കി പഠിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാലും അതൊരു ഭയങ്കര
ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് അനുരഞ്ജനത്തിന്റെ ഒരു ആഘോഷം. ഹല്ലേലൂയ. 21-ാം തീയതി ഹല്ലേലൂയ വിശ്വാസികൾക്ക് വേണ്ടി ക്രമീകരിച്ചപ്പോൾ 14-ാം തീയതിയെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങി എന്നുള്ളത് ഒരു വലിയ മുന്നേറ്റത്തിന്റെ കാഹളമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽകാലം ഇവിടെ ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുന്ന ദൈവമക്കൾ ഒന്നിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് ഉടവര വൈഡൽ കരകജര റിയാംധര റൗദൽ കരാജര ദൈവമായിട്ടുള്ള ഒരു അനുരഞ്ജനം, ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം, ദൈവമായിട്ടുള്ള നമ്മുടെ ആരാധന, അതൊരിക്കലും ഹല്ലേലൂയ പ്രീണനത്തിലുള്ള കുറുക്കു വഴിയല്ല, പരമാർത്ഥതയിൽ നിന്ന് ഉയരുന്ന. എത്ര ദൈവമക്കൾക്ക് പറയാൻ പറ്റും, എൻ്റെ സ്തുതി എൻ്റെ പരമാർത്ഥതയിൽ നിന്ന് ഉയരുന്നതാണ്, എൻ്റെ കണ്ണുനീര് എൻ്റെ നിഷ്കളങ്കതയുടേതാണ്, എൻ്റെ ശബ്ദം പരമാർത്ഥതയിൽ നിന്ന് ഹല്ലേലൂയ 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 സ്തോത്രം വരുന്ന ഒരു ശബ്ദമാണ് എൻ്റെ ശബ്ദം. എത്ര പേർക്ക് പറയാൻ പറ്റും ഇന്ന് രാവിലെ? നമ്മുടെ ദൈവഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവരാണ്. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. പ്രീണനത്തിന് വേണ്ടി, ദൈവീക പ്രീണനത്തിന് വേണ്ടി ഔപചാരികതയിൽ കാണിക്കുന്ന ഹല്ലേലൂയ കുറുക്കു വഴിയല്ല ആരാധന, ഉപവാസം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് അതിജീവനമല്ല വിഷയം, അനുതാപമാണ് പ്രധാനം. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. ഇന്ന് പകൽക്കാലം ആർക്കാണ് ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. ഇന്ന് പകൽക്കാലം ചില ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. ചില ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് കണ്ടിട്ട് ഉടവര ഹബ്ദൽ കരക ജാല റംദൽ കരകസി, ചില തകർന്ന അനുഭവങ്ങൾക്ക് പരിശുദ്ധാത്മാവ് മാറ്റം വരുത്തുവാൻ താല്പര്യപ്പെടുന്ന ദൈവത്തിന് സ്തോത്രം. സ്വയപരിശോധനയുടെയും ശുദ്ധീകരണത്തിൻ്റെയും അനുഭവങ്ങളെക്കാൾ ദൈവീക പ്രീണനത്തിന്റെ വഴികൾ കണ്ടെത്തുന്നവരോട് പരിശുദ്ധാത്മാ പറയുന്നു, ഹല്ലേലൂയ, അനുതാപത്തിലൂടെ നീതീകരിക്കപ്പെടുമ്പോഴാണ് ദൈവീക വിജയം കരഗതമാക്കുവാൻ നമുക്ക് കഴിയുന്നത്. സന്തോഷത്തോടെ ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ ദിവസം പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നൽകുന്ന ദൂതാണെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ സെഷനിൽ ഒരു അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ, ഏറ്റുപറച്ചിലോടുകൂടെ ഉടവല ഘടകജല ഘടകസിയ ദിവസങ്ങൾ മുന്നോട്ട് നീക്കുമെങ്കിൽ ചില പുനർനിർമ്മിതികളെ പരിശുദ്ധാത്മാവ് ചെയ്തെടുത്ത് മാനിപ്പാൻ ദൈവം മതിയായവനെന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽകാലം സംസാരിക്കട്ടെ. പെട്ടകമ്പാളയത്തിൽ വന്നപ്പോൾ ജനം ഭൂമി കുലുങ്ങുന്നത് പോലെ ആർപ്പിട്ടെങ്കിലും ആത്മപരിശോധനയില്ലാത്ത, ആത്മശുദ്ധിയില്ലാത്ത ആരാധനയിൽ ഒന്നും സംഭവിക്കത്തില്ല. എന്നാൽ തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തിൽ നിന്ന് വരുന്ന ചില ഗർഗതങ്ങൾക്ക് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ഇന്ന് രാവിലെ സമയവും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പൊങ്ങുന്ന ചില ചലനങ്ങളുണ്ട്. അതിൽ നിന്ന് ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. ആവേശത്തിലുണ്ടാകുന്ന പ്രതികരണത്തെക്കാൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പശ്ചാത്താപമാണ് ഹല്ലേലൂയ സ്തോത്രം ദൈവം മാനിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള പശ്ചാത്താപത്തോടെ ഹല്ലേലൂയ അവരടുത്തു വന്നപ്പോൾ 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചാണ്. ദൈവത്തിന് സ്തോത്രം. 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒരാളൊന്ന് വായിച്ചേ. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യ ദൈവങ്ങളെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തെങ്കിലേക്ക് തിരിവീൻ. സ്തോത്രം. കർത്താവ് വരാൻ താമസിച്ചാൽ 2026 നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിവിൻ്റെ വർഷമായിരിക്കണം. എങ്ങോട്ടുള്ള തിരിവ്? ദൈവത്തെങ്കിലേക്കുള്ളൊരു തിരിവ്. അങ്ങനെയാണെങ്കിൽ അതൊരു അത്ഭുതത്തിൻ്റെ വർഷം തന്നെയായിരിക്കും. അത് കഷ്ടതയാണെങ്കിലും അതൊരു അത്ഭുതത്തിൻ്റെ ദിവസങ്ങളായിരിക്കും. അത് പട്ടിണിയിൽ കൂടിയാണ് പോകുന്നതെങ്കിലും അതൊരു അത്ഭുതത്തിൻ്റെ ദിവസങ്ങളായിരിക്കും. അത് കണ്ണുനീർ താഴ്വരെ കൂടിയാണ് പോകേണ്ടതെങ്കിലും അവിടെ ഒരു പെരുവഴി ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിലരെ വിരൽ ചൂണ്ടി പറയുകയാണ്. ദൈവമക്കളെ, സാധാരണ ഞാനൊരു ഹല്ലേലൂയ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ 4 മണിക്കാണ്. ഞാൻ ചെയ്തതിൻ്റെ കാര്യമല്ല, ഒരു പ്രാഗൽഭ്യം കൊണ്ട് പറയുകയാണ്. സാധാരണ ഒരു 4 മണിക്കാണ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇന്നത്തെ മീറ്റിങ്ങിന് രാവിലെ 1:30 കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ എഴുന്നേൽപ്പിച്ചു.
പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ചില ആത്മീയ ദൂതുകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി കുറിച്ച് വെച്ചെന്ന് ഒന്ന് കോറി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്ന ചില ദിവസങ്ങളാണ്. ദൈവദാസനെ ചില നിർമ്മിതികൾ, ചില കെട്ടുപണികൾ ചെയ്തെടുക്കുന്ന വർഷമാണെന്ന് ആത്മാവ് ദൂത് പറയുകയാണ്. കാവൽ മാടം എന്ന് പറയുന്നത് പോലെ, ഉടവര ഹംദൽ കരകസി ഒരു മിസ്പ പോലെ, അടാര രഗൽ കരക ജനകസിയാര ഒരു ചെയിൻ പ്രേയറിൻ്റെയും, ഉടവര രഗൽ കരകസി ഒരു പ്രാർത്ഥനാ ധ്വനിയുടെയും വർഷമായിരിക്കുമെന്നും അതിൻ്റെ വിടുതലുകൾ കണ്ടെത്തുന്ന ഹല്ലേലൂയ ദിനങ്ങളായിരിക്കുമെന്നും ആത്മാവ് ശക്തമായി ദൂത് പറയുകയാണ്. ഹംദര റീബ ഖബര റീബ ഖബര റീദ കരകസിയ 2025 ആഞ്ഞു തുഴഞ്ഞു കേട്ടോ. എല്ലാവരും കൂടെ ആഞ്ഞു തുഴഞ്ഞു. ഉടമന ഘടകസി അടിച്ചു മുക്കുമെന്ന് ശത്രു വിധി എഴുതി. പക്ഷേ ഇതുവരെ നിലനിർത്തിയത് അവന്റെ കൃപയാണെങ്കിൽ, കർത്താവിന്റെ വരവ് താമസമെങ്കിൽ 2026 ഒരു ശുഭതയുടെയും, ഉടമന ഹംദൽ കരകസിയാര ചില കെട്ടുപണികളുടെയും, ഉടമന ഹംദൽ കരകാചാര രഗൽ കരകസി പ്രാർത്ഥിച്ചതിന്റെ ചില വിടുതലുകൾ കൺകുളിർക്ക കാണുന്ന ദിനങ്ങളാക്കി ആത്മാവ് അതിനെ മാറ്റുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽകാലം അഭിഷക്തന്മാരോടും ദൈവസഭയോടും ദൂത് കൈമാറുന്നു. ഉടമന ഹംദര രാജ രവര റീബൽ കരക ജാല. അല്പസമയം ദൈവമക്കളെന്ന് ആരാധിച്ച് ഈ ദൂതം ഏറ്റെടുക്കട്ടെ. ഇവിടെ ഉയർന്ന ചില പ്രാർത്ഥനാ ധ്വനികളുടെ മറുപടി ഈ അന്തരീക്ഷത്തിൽ കെട്ടി നിൽക്കുന്നു. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചില പ്രാർത്ഥന ഇവിടെ കെട്ടി നിൽക്കുന്ന, ഈ അന്തരീക്ഷത്തിൽ കെട്ടി നിൽക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി പെരുമഴ പോലെ ദൈവജനത്തിന് മേൽ പെയ്തിറങ്ങുന്ന ദിനങ്ങളായി തീരാൻ ഈ പകൽ ഹൃദയംഗമായി മനസ്താപത്തോടെ, അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ ഒന്നിച്ച് ശബ്ദം ഉയർത്തട്ടെ, ഒന്നിച്ച് ശബ്ദം ഉയർത്തട്ടെ, ഒന്നിച്ച് ശബ്ദം ഉയർത്തട്ടെ, ഒന്നിച്ച് ശബ്ദം ഉയർത്തട്ടെ. ശുദ്ധീകരണം നമ്മെ ശക്തീകരിക്കുന്നതാണ്. ഉപവാസം നമ്മെ ശുദ്ധീകരണത്തിനുള്ള വഴി തുറക്കുന്നതാണ്. അതകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നതാണ്. നമ്മുടെ ജീവിതചര്യകളെ മാറ്റുന്നതാണ്. ഓ, ഏൽപ്പിച്ചു കൊടുത്താൽ ആരാധിച്ചാട്ട് അല്പസമയം. ചില സമാധാനത്തിന്റെ കാലങ്ങൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൂത പുരോഹിതനും ജനവും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിൽ മറക്കപ്പെടാൻ കഴിയാത്ത ചില ആത്മീയ അനുഭവങ്ങളുണ്ടാകും. പുരോഹിതനും ഹല്ലേലൂയ ജനങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ചില നിമിഷങ്ങൾ, മറക്കാൻ കഴിയാത്ത ചില നിമിഷങ്ങൾ ഈ സഭയ്ക്കകത്തുണ്ടാകും. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഈ ദൂത് ഞാൻ കൈമാറുകയാണ്. ഹല്ലേലൂയ. വളരെ ധൈര്യത്തോടും പ്രാഗൽഭ്യത്തോടും കർത്താവിൽ നിന്ന് പ്രാപിച്ചു എന്നുള്ള ധൈര്യത്തോടും കൂടെ പറയുന്നു, മറക്കാൻ കഴിയാത്ത ചില ആത്മനിമിഷങ്ങൾ. Glory be to the Lord. Hallelujah. കർത്താവേ എന്ത് എന്ന് ചോദിച്ച ചില ചോദ്യത്തിന്റെ മറുപടി, എന്തെന്ന് ചോദിച്ച ചിലതിന്റെ മറുപടി. Oh, in the name of Jesus, in the name of Jesus, in the name of Jesus. ദവന ഹന്ദര രാജ രാജര വൈഡ രാജര വൈഡ രാജര വൈഡ രാജര ദവന വൈഡൽ കരകച്ചാര മൗഡി രിബി ഹംദൽ ഖൗഡ രാജര. പുരോഹിതനും ജനവും ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മറക്കുവാൻ കഴിയാത്ത ചില അനർഘള നിമിഷങ്ങൾ ഉണ്ടായതുപോലെ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്കകത്ത് ചെയ്തെടുക്കാൻ പോകുന്ന എല്ലാ ദൈവ പ്രവൃത്തിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു കാര്യം പറയാൻ പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണമില്ലാത്ത ആർപ്പടിൽ ദൈവത്തെ സന്തോഷിപ്പിക്കത്തുമില്ല. അതിൻ്റെ റിസൾട്ട് ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ പശ്ചാത്താപത്തോടും അനുതാപത്തോടും ഏറ്റുപറച്ചിലോടും കൂടിയുള്ള ഹല്ലേലൂയ ആർപ്പടിയുടെ നടുവിൽ സന്തോഷവും ആനന്ദവും മാത്രമല്ല, അതൊരു ദൈവപ്രവൃത്തിക്ക് കാരണവുമായി തീരും. എബ്രായ ലേഖനം 6:7 പറയുന്നു, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി
കൃഷി ചെയ്യുന്നവർക്ക് ഹിതകരമായി സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ അത് അനുഗ്രഹം പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽകാലം പരിശുദ്ധാത്മാവ് ഈ സഭയ്ക്കകത്ത് ആരോടോ മാനസാന്തരപ്പെടുവാൻ, പശ്ചാത്തപിക്കുവാൻ, ഏറ്റുപറയുവാൻ, അനുദപിക്കുവാൻ പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകുന്നു. അത് തകർച്ചയ്ക്കല്ല, അത് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. അല്ലെ, സങ്കീർത്തനത്തിൽ ഇങ്ങനെയുണ്ട്, അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ഹല്ലേലൂയ സ്തോത്രം അല്പസമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അല്പസമയം എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഈ ദൈവവചനത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നല്ലോ. ഹല്ലേലൂയ. 6-ാമത്തെ വാക്യത്തിൽ അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് 6 ദിവസം ഉപവസിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചുകൂടി എന്ന് കേട്ടിട്ട് ഹല്ലേലൂയ ഫെലിസ്ത്യർ ഹല്ലേലൂയ അവർ ഭയപ്പെട്ട് ശമൂവേലിനോട് നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ. 9-ാമത്തെ വാക്യം, അപ്പോൾ ശമൂവേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരമരുളി. അതുകൂടെ പറഞ്ഞാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. അവർ പ്രാർത്ഥിക്കുകയും അനുദപിക്കുകയും ചെയ്തപ്പം ദൈവം അവർക്ക് വേണ്ടി ആത്മമണ്ഡലത്തിൽ, ആകാശമണ്ഡലത്തിൽ ദൈവം ചില ഇടിമുഴക്കി. ഈ പ്രാർത്ഥന ഇവിടെ നടക്കുമ്പോൾ ചില ആത്മമണ്ഡലത്തിലെ പ്രവൃത്തികൾ, ശമൂവേലും അതാണ് മുമ്പ് ഇവിടെ പറഞ്ഞത്, പുരോഹിതനും വിശ്വാസികളും ഒന്നിച്ച് അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ദിവസങ്ങളാക്കി അതിനെ മാറ്റിയപ്പം മനുഷ്യർക്ക് പരിഹരിക്കാൻ കഴിയാതിരുന്ന ചില തോൽവികളെ ദൈവം അതിനെ ജയമാക്കി. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഇവിടെ ദൃശ്യമണ്ഡലത്തിൽ പുരോഹിതനും ജനവും ഒരുമിച്ചപ്പോൾ മറക്കുവാൻ കഴിയാത്തൊരു ദൈവപ്രവൃത്തി, അന്ന് ദൈവം ആകാശത്തിൽ ഇടിമുഴക്കി ഫെലിസ്തരെ തോൽക്കുമാറാക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലും ആ സാന്നിധ്യം ഇടപെടുന്നുണ്ട്. അല്പസമയം എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഓ, രക്തം ചെയ്മെടുക്കുകയാണ്. അല്പസമയം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. നമുക്ക് വളരെ പരിചയമുള്ള ചില ദൈവോചന ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി. യഹോവ നമ്മെ ഇത്രത്തോളം സഹായിച്ചു എന്ന് പറഞ്ഞ്, സഹായത്തിൻ്റെ കല്ലെന്ന് പറഞ്ഞ് എബനേസർ എന്ന് പേരിട്ടു.